ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ്. എങ്ങനെയെങ്കിലും കേരളത്തിൽ ഒരു സീറ്റ് പിടിക്കാമെന്ന മോഹവുമായി BJP തല ചൊറിഞ്ഞു നടക്കുകയുമാണ്. നോർത്തിലെ പോലെ പള്ളിയും അമ്പലവും വർഗീയതയും എല്ലാം പറഞ്ഞാൽ കേരളത്തിൽ വോട്ട് കിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ വേറെ ഒരു വഴി നോക്കണം. ആലോചിച്ച് വരുമ്പോൾ BJPക്ക് ഒരു ഐഡിയ കിട്ടുന്നു, അരി വിതരണം ചെയ്യാമെന്ന്. അപ്പോൾ എവിടെ കൊടുക്കും? അതിനൊക്കെ ഒരു പ്രത്യേക പരിഗണനയുണ്ട് കേട്ടോ. തൃശ്ശൂർ ഇങ്ങ് എടുക്കാനായി വർഷങ്ങളോളം പണിയെടുക്കുകയല്ലേ BJP. എന്നാൽ അവിടെയാവട്ടെ ആദ്യം. ഇനി കുറച്ച് സീരിയസ് കാര്യം. എന്താണ് ഈ ഭാരത് അരിക്ക് പിന്നിലെ സത്യാവസ്ഥ? ഭാരത് അരി എന്ന് പറഞ്ഞാണ് BJP 5ഉം 10ഉം കിലോ പാക്കറ്റുകളിൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അരി വിതരണം ചെയ്തത്. നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ, നാഫെഡ്, കേന്ദ്രീയ ഭണ്ഡാർ എന്നിവരിലൂടെ വിതരണം ചെയ്യാൻ നിർദ്ദേശിച്ചിരുന്ന അരി എടുക്കുന്നത് FCI ഗോഡൌണിൽ നിന്നാണ്. അതായത് ചുരുക്കി പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ എങ്ങനെയാണോ അരി നൽകുന്നത് അതുപോലെ തന്നെ. ഇവിടെയാണ് ഭാരത് അരിക്ക് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. സംസ്ഥാന സർക്കാർ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ നൽകുന്ന അരിയും ഭാരത് അരിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. എന്നാൽ ഒരു വ്യത്യാസവുമുണ്ട്, അത് വിലയിലാണ്. നിലവിൽ നമ്മുടെ പൊതുവിതരണ സമ്പ്രദായത്തിൽ അരിക്ക് നൽകേണ്ടി വരുന്ന പരമാവധി വില 10 രൂപ 90 പൈസ. നീലക്കാർഡിനാകട്ടെ കിലോയ്ക്ക് 4 രൂപയും. പിങ്ക്, മഞ്ഞ തുടങ്ങിയ കാർഡുകൾക്ക് പൊതുവിതരണ സമ്പ്രദായത്തിൽ പൈസയേയില്ല. അതായത് BJPക്കാർ ഭാരത് അരി എന്ന് പറഞ്ഞു കൊണ്ടുവരുന്ന അതേ FCI ഗോഡൌണിൽ നിന്ന് നമ്മുടെ സർക്കാർ പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ വിതരണം ചെയ്യുന്ന അരിയുടെ വിലയിലെ വ്യത്യാസമാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനിയുമുണ്ട്. 29 രൂപയ്ക്ക് ഭാരത് അരി എന്ന് പറഞ്ഞു വിൽക്കുന്ന അതേ അരി നമ്മുടെ സപ്ലൈകോയിലൂടെ നമ്മുടെ സർക്കാർ നൽകുന്നത് 24 രൂപയ്ക്കാണ്. അതായത് ഇവിടെ വിലക്കയറ്റം ഉണ്ടേ എന്ന് പറഞ്ഞ് BJPക്കാർ വിറ്റ അരിയേക്കാൾ അവിടെയും വില കുറവ്. ഭാരത് അരിക്ക് പിന്നിലെ രാഷ്ട്രീയം പലതാണ്, അത് വ്യക്തവുമാണ്. കേന്ദ്ര സർക്കാർ അവഗണന ഒരു കാര്യം. 2013 NFS ആക്ട് വന്ന ശേഷം ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമായി ഭക്ഷ്യധാന്യങ്ങൾ പരിമിതപ്പെട്ടു. അളവിലെ വെട്ടിക്കുറക്കലായിരുന്നു അടുത്ത പടി. അപ്പോഴും കേരളം സ്വന്തം പൈസ ചിലവഴിച്ച് BPL വിഭാഗങ്ങൾക്ക് സൗജന്യ അരി നൽകുന്ന സമീപനമാണ് സ്വീകരിച്ചത്. കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. കേരളത്തിന് ആവശ്യമായിട്ടുള്ള അരി ഉൽപ്പാദനത്തിൽ നമ്മൾ വളരെ പുറകിലാണ്. എന്നാൽ നമ്മൾ നാണ്യവിളകളാണല്ലോ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് 965 മുതൽ നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായ ഭക്ഷ്യധാന്യം അരിയും ഗോതമ്പ് നൽകാൻ തീരുമാനിച്ചത്. എന്നാൽ ആ അരി ഗോതമ്പ് നൽകുന്നതിൻ്റെ ക്വാണ്ടിറ്റി ഓരോ വർഷവും കുറച്ച് കൊണ്ടുവരികയാണ്. എന്ന് മാത്രമല്ല 2013 NFS ആക്ട് വന്നപ്പോൾ 43% മലയാളികൾക്ക് മാത്രമായി ഭക്ഷ്യധാന്യം പരിമിതപ്പെടുത്തുന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. കഴിഞ്ഞ 6.5 വർഷക്കാലം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് സബ്സിഡൈസ്ഡ് റേറ്റിൽ അരി വാങ്ങിയാണ് നമ്മൾ BPL ഫാമിലിക്ക് കേരളത്തിൽ സൗജന്യമായി കൊടുത്തിരുന്നത്. ഈ വർഷമാണല്ലോ പ്രധാനമന്ത്രി BPL ഫാമിലിക്ക് സൗജന്യമായി അരി കൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത്. എന്നാൽ 6.5 വർഷക്കാലം കേരളം 3 രൂപയ്ക്ക് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയ അരി ഫ്രീ ആയിട്ട് കൊടുത്തിരുന്ന ഒരു അനുഭവമാണ് കേരളത്തിലുള്ളത്. അത്ര കണ്ട് കേരളത്തിൻ്റെ സാമൂഹ്യ രംഗത്ത് ഇടപെടലാണ്, ശ്രദ്ധേയമായ ഊന്നലാണ് ഗവൺമെൻറ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ അതെല്ലാം ആണ് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടി കേരളത്തിൽ ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ നമുക്ക് NFS പറയുന്ന അനുസരിച്ച് 14 ലക്ഷമാണ് നമുക്ക് ലഭിക്കുന്ന അരിയും ഗോതമ്പും ഒരു വർഷം. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് NFS നടപ്പാക്കുന്നതിന് മുമ്പ് കേരളത്തിൽ 16 ലക്ഷം മെട്രിക് ടൺ ഉണ്ടായിരുന്നതാണ്. 2 ലക്ഷം അന്ന് കുറച്ചു. 2 ലക്ഷം കുറച്ചത് നമുക്ക് പുനഃപരിശോധിച്ച് നമുക്ക് നൽകണമെന്നുള്ള ആവശ്യം നിരന്തരമായി ആവശ്യപ്പെടുകയാണ്. എന്നാൽ അതിന് അവർ തയ്യാറായിട്ടില്ല. അതായത് നമ്മുടെ റേഷനരി വിഹിതം വർദ്ധിപ്പിക്കണം. അല്ലല്ല, വർദ്ധിപ്പിക്കാൻ നമുക്കുണ്ടായിരുന്നത്, കേരളത്തിന് ഉണ്ടായിരുന്ന 16 ലക്ഷം ഉണ്ടായിരുന്നത് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം കേരളം നിരന്തരമായി ആവശ്യപ്പെടുകയാണ്. 1 മണി അരി കേന്ദ്രം BJP സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിന് അധികമായി അനുവദിച്ചിട്ടില്ല. മറ്റൊരു കാര്യം കൂടി ഇതിനിടെ സംഭവിച്ചു. അധികമായി വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ വിൽക്കുന്ന ഓപ്പൺ മാർക്കറ്റ് സ്കീമിൽ ഗവൺമെന്റ് ഏജൻസികളെ പങ്കെടുക്കുന്നതിൽ നിന്ന് കേന്ദ്ര സർക്കാർ വിലക്കി. ലേലം സ്വകാര്യ ഏജൻസികൾക്കും സ്ഥാപനങ്ങൾക്കും മാത്രമായി പരിമിതപ്പെടുത്തുകയും ചെയ്തു. നമുക്ക് സബ്സിഡൈസ് റേറ്റ് നൽകിയിരുന്ന അരിയാണ് FCIയിൽ നിന്ന് നമ്മൾ
OMS സ്കീം അനുസരിച്ച് നമ്മൾ ലേലത്തിലെടുക്കുന്നത്. അത് അർഹതപ്പെട്ടതാണ്. എന്നാൽ കേരളത്തിന് പകപോക്കൽ നിലപാടാണ് OMS സ്കീമുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. OMS സ്കീമിൽ ഗവൺമെൻറ് ഏജൻസികൾ പങ്കെടുക്കാൻ പാടില്ല, എന്നാൽ സ്വകാര്യ മുതലാളിമാർക്ക് പങ്കെടുക്കാം. അപ്പോൾ സ്വകാര്യ മുതലാളിമാരിൽ നിന്ന് കേരളത്തിലെ പൊതു മാർക്കറ്റിലേക്ക് പോയി ആളുകൾ വില കൂടുതൽ കൊടുത്ത് വാങ്ങണമെന്നാണ്. അതായത് സംസ്ഥാനത്തെ ഭക്ഷ്യവിതരണത്തെ എല്ലാ രീതിയിലും വരിഞ്ഞു മുറുക്കി പൊതുവിതരണ സമ്പ്രദായത്തെ അപ്പാടെ തകർത്ത് ഒരു ഭാരത് അരി നാടകമാണ് BJP തൃശ്ശൂരിൽ നടത്തിയത്. സംസ്ഥാനത്തിന്റെ ഫെഡറൽ അവകാശങ്ങൾക്ക് നേരെയുള്ള ഒരു കടന്നുകയറ്റം കൂടിയായിരുന്നു അത്. കേന്ദ്ര ഏജൻസികളിലൂടെ മാത്രം വിതരണം ചെയ്യേണ്ട അത്തരത്തിൽ സംവിധാനങ്ങളെല്ലാം ശക്തിപ്പെടുത്തേണ്ട കേന്ദ്ര സർക്കാർ തന്നെ തെരുവിൽ നേരിട്ട് അരി വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ അവകാശങ്ങളിലേക്കുള്ള കടന്നുകയറ്റവുമാണ്. ലക്ഷ്യം വ്യക്തമാണ്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലൊഴികെ കേരളത്തിൽ മറ്റൊരിടത്തും BJP ഭാരത് അരി വിതരണം നടത്തിയിട്ടില്ല. 5 കിലോ പാക്കറ്റുകളാണ് തൃശൂരിൽ BJP വിതരണം ചെയ്തത്. മണ്ണുത്തി, പട്ടിക്കാട്, പൂങ്കുന്നം തുടങ്ങിയ പ്രദേശങ്ങളിൽ ആദ്യ ദിവസം വിതരണം ചെയ്ത അരി പിന്നീട് വിതരണം ചെയ്യാൻ പദ്ധതി ചാവക്കാട്, ഇരിഞ്ഞാലക്കുട പ്രദേശങ്ങളിലാണ്. അതായത് തൃശൂർ മണ്ഡലം വിട്ട് യാതൊരു കളിയുമില്ല. കർണാടകയിൽ നിന്നും FCI ഗോഡൌണിൽ നിന്നും മേടിക്കുന്ന അരി മില്ലിലെത്തിച്ച് പാക്കറ്റുകളിലാക്കി വിറ്റാണ് ജനങ്ങളുടെ കണ്ണിലെ ഈ പൊടിയിടൽ. ഇതിലൂടെ BJP ആഗ്രഹിക്കുന്നത് മനസ്സിൽ എന്നും താലോലിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ലോക്സഭാ സീറ്റ് എന്ന മോഹം. റേഷൻ കാർഡ് പോലുമില്ലാതെ ആർക്കും വരാമെന്ന് പറഞ്ഞായിരുന്നു ഈ അരി വിൽപ്പന. പാവങ്ങൾക്ക് ഒരു പൈസ പോലും മേടിക്കാതെ സർക്കാർ അരി നൽകുന്ന ഒരു സംസ്ഥാനത്താണ് ആ പാവങ്ങളെയും നോക്കുകുത്തികളാക്കി BJP നടത്തുന്ന ഈ രാഷ്ട്രീയ നാടകം അരങ്ങേറുന്നത് എന്നതാണ് മറ്റൊരു വിരോധാഭാസം.